ACRT ഒരു ബാലികേറ മലയായിട്ട് പല കുട്ടികൾക്കും തോന്നാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് ACRT വായിക്കേണ്ടതെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ കമ്പനി നമ്മുടെ ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, LGS, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതായത് ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, 10th ആയിക്കോട്ടെ, ഒരുപാട് എക്സാമുകൾ വരാറുണ്ട്. ഈ എക്സാമുകൾക്കെല്ലാം ബേസ് എന്ന് പറയുന്നത് അത് SCRTയും NCRTയുമാണ്. ഇതിൽ SCRTയിലെ ഒരു ചാപ്റ്റർ, ഒരു ടെക്സ്റ്റ് ബുക്ക് കിട്ടിയാൽ ആ ടെക്സ്റ്റ് ബുക്കിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ കൈകാര്യം ചെയ്താലാണ് സമയം ലാഭിക്കാൻ പറ്റുക, എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആ ഒരു ചാപ്റ്റർ വായിച്ച് എക്സാമിന് ഉപകാരപ്പെടുന്ന രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ പറ്റുക, അതിനെന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ആ ക്വസ്റ്റ്യൻസിനെ അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ സേവ് ചെയ്ത് വെക്കേണ്ട വീഡിയോ ആണ്. കാരണം പിന്നീട് ഒന്ന് കേട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് സെറ്റ് ആവാനായിട്ട് ഇത് ഉപകാരപ്പെടും. ഓക്കെ അല്ലേ? അപ്പോൾ SCRT ചാപ്റ്ററുകൾ എങ്ങനെ വായിക്കണം, എങ്ങനെ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് കത്തിച്ച് കയറ്റാൻ പറ്റും. കാരണം പലർക്കും SCRTയിൽ മാർക്ക് കിട്ടാത്തത് കൊണ്ടാണ് റാങ്ക് നന്നായിട്ട് കയറ്റാൻ പറ്റാത്തത്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ, നന്നായിട്ട് മാർക്ക് കയറ്റി നന്നായിട്ട് റാങ്ക് ഇങ്ങനെ കത്തിച്ച് കയറ്റാൻ പറ്റുന്ന ടിപ്സാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ SCRT നമ്മൾ പരിശോധിക്കും. ആദ്യം എങ്ങനെയാണ് SCRT ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, SCRT എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം? അതിനായിട്ട് മക്കളെ SCRT ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നേരെ സൂപ്പർ നോട്ട്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, സൂപ്പർ നോട്ട്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഇതേ സിമ്പലിൽ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില ആദ്യമായിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ ചില ഫോർമാറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ കൊടുത്ത് ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇപ്പം നിലവിൽ നിങ്ങളുടെ ആപ്പ് ഉണ്ട് എങ്കിൽ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്കാണ് ആദ്യം വരിക. ഇതാണ് ആദ്യം കിടക്കുന്ന ഇൻ്റർഫേസ്. ഈ ഇൻ്റർഫേസിൽ കിടക്കുന്നത് കൃത്യമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് നിങ്ങളുടെ ആപ്പിൽ കോഴ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ ഇവിടെ ₹1 ഇപ്പം നമ്മുടെ സബ് ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ട ₹1 ടെസ്റ്റ് ബാക്ക് ഒക്കെ ഉണ്ട്. ₹1 ₹10 ചാർജ്, എക്സ്ട്രാ ചാർജും കൂടെ ചേർത്ത്, അതായത് ആപ്ലിക്കേഷൻ ഫീ കൂടെ ചേർത്ത് ഒരു ₹11 നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 280-ലധികം ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയാൽ സൂപ്പർ നോട്ട്സിൻ്റെ എംബ്ലത്തിൻ്റെ സൈഡിലായിട്ട് ഒരു 3 വര കാണാനായിട്ട് പറ്റും. ആ 3 വരയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഇൻ്റർഫേസ് ആണ് വരിക. ഇതിൽ ഓഫ്ലൈൻ ഡൗൺലോഡ്സ്, ഫ്രീ മെറ്റീരിയൽസ് എന്ന് കാണാൻ പറ്റും. ഈ ഫ്രീ മെറ്റീരിയൽസിൽ കയറിയാൽ എല്ലാവർക്കും, അതായത് സൂപ്പർ നോട്ട്സ് പർച്ചേസ് ചെയ്തിട്ടുള്ള ആളാണെങ്കിലും അല്ല എങ്കിലും ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കുകളെല്ലാം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ആ ഫ്രീ മെറ്റീരിയൽസിലേക്ക് പോവുക. ഫ്രീ മെറ്റീരിയൽസിൽ പോയതിന് ശേഷം ഇതേപോലൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരുന്നു. ഈ ഇൻ്റർഫേസിനകത്തിൽ മക്കളെ കിടക്കുന്നത് കണ്ടോ, SCRT ടെക്സ്റ്റ് ബുക്ക്. SCRT മാത്രമല്ല NCRT സിലബസുകൾ, അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഇതെല്ലാം എന്താണ് ഈ ഒരു ഫോൾഡറിൽ ലഭ്യമാണ്. അതിൽ SCRT ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. അവിടെ 10ാം ക്ലാസ്, 9ാം ക്ലാസ്, 8ാം ക്ലാസ്, 7ാം ക്ലാസ്, 6ാം ക്ലാസ്, അങ്ങനെ എല്ലാ ക്ലാസ്സുകളുടെയും ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആണ്. അതിൽ ആ ഒരു ഫോൾഡർ കയറി ഇപ്പോൾ 10ാം ക്ലാസ്സിൽ കയറി കഴിയുമ്പോൾ പല സബ്ജക്റ്റുകളുടെ ടെക്സ്റ്റ് ബുക്കുകളും അവിടെ ഉണ്ടായിരിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, SCRT ടെക്സ്റ്റ് ബുക്ക് എവിടുന്ന് ഡൗൺലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ എന്ത് ചെയ്താൽ മതി, ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ കഴിഞ്ഞു. ഇനി ഒരു ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ പുതിയ സിലബസ് അല്ലെങ്കിൽ ന്യൂ SCRT ടെക്സ്റ്റ് ബുക്കുകളാണ് നിലവിലുള്ളത്, അല്ലെ? എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിന്, പുതിയ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിനെ എഫിഷ്യൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്? 2 രീതിക്കാണ് വരിക. SCRT എന്ന് പറയുന്ന ഒരു സമയം കൊല്ലി സാധനം കൂടിയാണ്. അതായത് വീണ്ടും വായിച്ചിരുന്നാൽ നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. പക്ഷേ ചോദ്യങ്ങൾ ഒരുപാട് എവിടെ നിന്ന് വരികയും ചെയ്യും, ഈ ഒരു SCRTയിൽ നിന്ന് കയറി വരികയും ചെയ്യും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, SCRT ഉപയോഗിക്കേണ്ടത്. നമുക്ക് നോക്കാം. നോക്കിയടാ, ഇത് സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ 8ാം ക്ലാസ്സിലെ ഭാഗം 1 എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കാണ്. 8ാം ക്ലാസ്സിൻ്റെ വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല ചോദ്യങ്ങളും കയറി വരുന്ന SCRTയിലെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്. ഈ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഉള്ളടക്കം നിങ്ങൾ ആദ്യം പരിശോധിക്കുക. ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ ഇവിടെ 7 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് 1ാമത്തെ ഭാഗത്തിൽ പഠിക്കേണ്ടത്. 2ാം ഭാഗം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. 1ാം ഭാഗത്തിൽ നിങ്ങൾക്ക് 7 ചാപ്റ്ററുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഓരോ ചാപ്റ്ററുകളും ഏത് സബ്ജക്റ്റിലാണ് നോക്കുക. നമുക്കറിയാം SS എന്ന് പറയുന്നത് പല സബ്ജക്റ്റുകളുടെ, GKയിലെ പല സബ്ജക്റ്റുകളുടെ, നമ്മൾ PSCക്ക് പഠിക്കുന്ന പല സബ്ജക്റ്റുകളുടെ ഒരു സമീകരണമാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ 1ാമത്തെ ചാപ്റ്റർ അധിനിവേശവും ചെറുത്തുനിൽപ്പും. ഇത് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. ദെൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക്, അതും ആക്ച്വലി ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെയാണ്. ദെൻ അടുത്ത് നോക്കിയേ, ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും എന്ന് പറയുന്ന ഫിസിക്കൽ ജോഗ്രഫിയിൽ നിന്നുള്ള ജോഗ്രഫിയുടെ ഭാഗമാണ് അടുത്ത ചാപ്റ്റർ. ദെൻ അതിനുശേഷം നോക്കിയേ,
അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും അല്ലെ എക്കണോമിക്സിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. ദെൻ ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും, അത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ദെൻ വിനിയോഗവും സുസ്ഥിരതയും, ഇതും ഒരു ജോഗ്രഫി എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ദെൻ മാധ്യമങ്ങൾ, സാമൂഹിക പ്രതിഫലനങ്ങൾ, അത് സിവിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു ഇ ഗവേണൻസ് ടച്ച് ഉള്ള ഒരു ഭാഗമാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ 7 ചാപ്റ്ററുകൾ നോക്കിയാൽ ഇത് നമുക്ക് GK പഠിക്കാനുള്ളതിലെ പല ചാപ്റ്റർ അല്ലെ പല സബ്ജക്റ്റുകളിലായിട്ട് വിഭജിക്കപ്പെട്ട് കിടക്കുന്നതാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊന്നേന്ന് വായിച്ചു വന്നാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം പല സബ്ജക്റ്റുകളുടെയും ഒരു മിക്സ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്, ഒരു കണ്ടിന്യൂറ്റിയുടെ പ്രശ്നം കാണും. അപ്പോൾ നിങ്ങൾ ഈ SCERT ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഓരോന്നും എവിടെയാണ് വരുന്നത് എന്താ ഇതേപോലെ നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുത്ത് ഒരു നോട്ട്ബുക്ക് SCERTക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്ക് എടുക്കാം. ആ നോട്ട്ബുക്കിൽ നിങ്ങൾ ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും, അതായത് ഓരോ ക്ലാസ്സിലെ പുസ്തകങ്ങൾ എടുക്കുമ്പോഴും അത് ഏതൊക്കെ ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് വരുന്നതെന്ന് സെപ്പറേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാനുള്ള എളുപ്പമായിരിക്കും. ആ ചാപ്റ്റർ എടുത്ത് ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, വായിച്ചാൽ മതി. അപ്പോൾ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എടുത്ത് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഉള്ളടക്കം എന്ന് പറയുന്ന ഭാഗത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു തന്നു, സെറ്റാണ് മക്കളെ. അങ്ങനെയാണ് എങ്കിൽ ഞാനിപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കുകയാണ്. ഇത് യൂണിറ്റ് 4 എന്ന് പറയുന്ന 8ാം ക്ലാസ്സിലെ തന്നെ ചാപ്റ്ററാണ്, നമ്മളിപ്പോൾ കണ്ട ചാപ്റ്ററാണ്, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ സമ്പദ് വ്യവസ്ഥയും. ഈ ചാപ്റ്റർ ഞാൻ ഒരു ഫുൾ പേജ് ഞാനിങ്ങനെ ക്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നം വരും, അത് നിങ്ങൾ കാര്യമാക്കണം. ഞാൻ കാര്യം അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഡെമോ ഒരു ഫുൾ പേജ് തന്നെ വെച്ചുകൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്രോപ്പ് ചെയ്തപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളത്. അത് നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. ഇവിടെ ആദ്യത്തെ ഒരു ഭാഗം എടുത്താൽ എല്ലാ ചാപ്റ്ററുകളും, അതായത് SCERTയുടെ ഏത് ചാപ്റ്ററിൻ്റെ തുടക്കത്തിലെ പേജും ആദ്യത്തെ പേജും, അതായത് പേരുള്ള പേജിലും ഇതേപോലൊരു സംഗതി കാണും. എന്തെങ്കിലും ഒരു ആൾ പറഞ്ഞിട്ടുള്ളൊരു കൊട്ടേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതേപോലുള്ള എന്തെങ്കിലും ഒരു കാർട്ടൂൺ ആയിരിക്കാം, അതേപോലെ എന്തെങ്കിലും ഒരു സംഗതി കാണും. ഇവിടെ പലപ്പോഴും നമുക്കത്ര ആവശ്യമില്ലാത്ത അൺനെസസറി ആയിട്ടുള്ളൊരു കണ്ടന്റ് ആയിരിക്കും ആദ്യം കിടക്കുക. ഇത് കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി കൊടുക്കുന്നതാണ്, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര പ്രധാനപ്പെട്ടതല്ല. പക്ഷേ ചില കൊട്ടേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നോക്കി വെക്കണം. ചിലർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. നിങ്ങൾ എന്ത് ചെയ്തേക്കാം, ഇതേപോലെ കാർട്ടൂണോ മറ്റോ ഒക്കെ ആണെങ്കിൽ അൺനെസസറി ആണെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കാം. ഭാഗം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ എന്ത് ചെയ്യണം നോക്കേണ്ട. പക്ഷേ കൊട്ടേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. ആ രീതിയിൽ എന്ത് ചെയ്യുക, അതിനെ മാറ്റുക. മിക്കവാറും ഹിസ്റ്ററിയിലൊക്കെ ചിലപ്പോൾ കൊട്ടേഷൻ ഒക്കെ കയറി വരാം. അപ്പോൾ അത് നോക്കുക, അല്ലാതെ എന്ത് ചെയ്തേക്കാം, വിട്ടേക്കാം. അപ്പോൾ 1ാമത്തെ പേജിന് നിങ്ങൾക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാം. then അടുത്ത പേജിലേക്ക് വരുമ്പോൾ ഇതേപോലെ നിരത്തിയായിരിക്കും നിങ്ങൾക്ക് എന്ത് വരിക, ടെക്സ്റ്റ് വരിക. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ആദ്യ തവണ വായിക്കുമ്പോൾ ഇത് മുഴുവൻ വായിക്കണം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 8ാം ക്ലാസ് തൊട്ടുള്ള ഓരോ ചാപ്റ്ററുകളും സൂപ്പർ നോട്ട്സിൻ്റെ യൂട്യൂബിലൂടെ വൈകുന്നേരം കൃത്യം 7 മണിക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. നമ്മുടെ അധ്യാപകർ മാറി സബ്ജക്റ്റ് വൈസ് ആയിട്ട് തിരിഞ്ഞ് ഈ ചാപ്റ്ററുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് അമൽ സാറാണത് സ്റ്റാർട്ട് ചെയ്തത്. ജോഗ്രഫിയിൽ നിന്ന് 8ാം ക്ലാസ്സിലെ ജോഗ്രഫിയിൽ നിന്ന് ഭ്രമണവും പരിക്രമണവും എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ എന്ത് ചെയ്തു, കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കാണിച്ചു തരാം, അത് നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഞാനാണ് വരിക. എക്കണോമിക്സിൽ നിന്ന് ഈ ചാപ്റ്റർ തന്നെ, ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ ചാപ്റ്റർ തന്നെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും വൈകുന്നേരം കൃത്യം 7 മണിക്ക് ലൈവിൽ ഉണ്ടാവാനായിട്ട് ശ്രമിക്കുക. ലൈവിൽ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാം, ഇൻട്രാക്ട് ചെയ്ത് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഓരോ ഇമ്പോർട്ടൻറ്റ്, ഇപ്പോൾ ആദ്യം തൊട്ട് വായിക്കുകയാണ്. ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി നമുക്ക് എല്ലാവർക്കും ഇത്തരം ആവശ്യങ്ങൾ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് വേണ്ട, ഇതൊന്നും നമുക്ക് അൺനെസസറി ആണ്. പക്ഷേ വായിച്ചാലേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ അൺനെസസറി ആണെന്ന്. അപ്പോൾ ഇത് എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ വൈകിട്ടത്തെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതാണ് വേണ്ടത് ഏതാണ് വേണ്ടാത്തതെന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈകിട്ടത്തെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വൈകുന്നേരം 7 മണിക്ക് കൃത്യമായിട്ട് ലൈവിൽ വന്നോണം. ഇവിടെ നോക്കി, ഇവിടെ ആവശ്യമുള്ളത് ഇവിടെ കിടക്കുന്നതാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യങ്ങളെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയാം. ഇത് നമുക്കറിയാവുന്ന പോയിന്റ് തന്നെയാണ്, എന്നാലും നമ്മൾ ഒന്നുകൂടെ പറയാം. അടിസ്ഥാന ആവശ്യം എന്താണ്, ബേസിക് നീഡ് എന്താണ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. അതാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ PDF എടുത്തിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാർക്ക് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്താ, ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കുക, അല്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ചിരിക്കുക. ഒരു നോട്ട് ഉണ്ടാക്കിയിട്ട് ആ നോട്ടിലൊന്ന് എഴുതി വെച്ചിരിക്കുക. എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പിന്നീട് റിവൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരില്ല, ഇത് വീണ്ടും മുഴുവനായിട്ട് വായിക്കേണ്ടി വരില്ല. അങ്ങനെ വായിച്ചാൽ സമയനഷ്ടമാണ്. നിങ്ങൾ ഒരുപാട് സമയം SCERTക്ക് വേണ്ടി കളയേണ്ടി വരും. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയും ചെയ്യില്ല. റിവിഷൻ പർപ്പസിൽ മാത്രം എന്ത് ചെയ്താൽ മതി, 2ാമത്തെ തവണ വായിക്കുമ്പോൾ വായിച്ചാൽ മതി. അപ്പോൾ ആദ്യ തവണ മുഴുവൻ വായിക്കാം, കുഴപ്പമില്ല. 2ാം തവണയും വീണ്ടും മുഴുവൻ വായിക്കാൻ നിന്നാൽ നിങ്ങൾ ഒരുപാട് സമയം പോകും. ആ ഒരു മണ്ടത്തരം കാണിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക. ആ നോട്ട് അനുസരിച്ച് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
ദെൻ ഇവിടെ ഒന്നും നിങ്ങൾക്ക് അത്ര വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും കിടപ്പില്ല. പിന്നീട് പ്രധാനപ്പെട്ടത് ആവശ്യങ്ങളും സവിശേഷതകളും എന്ന് പറയുന്ന ഒരു 5 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒന്ന് റീഡ് ചെയ്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒന്ന് റീഡ് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ റീഡ് ചെയ്തേക്കുക, വിട്ടേക്കുക. അതിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. പക്ഷേ ഞാൻ ഈ ഗ്രീൻ മാർക്ക് ഇട്ടിരിക്കുന്ന സാധനം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. നോക്കിയേ, പുരോഗതിയോടൊപ്പം ആവശ്യങ്ങളും വർദ്ധിക്കുന്നു, എന്നാൽ വിഭവങ്ങൾ ആവശ്യങ്ങൾക്ക് ആനുപാതികമായി വർദ്ധിക്കുന്നില്ല. എന്താ ഇവിടെ മീൻ ചെയ്യുന്നത്? അതായത് പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ, അതായത് റിസോഴ്സ് മാത്രമേ നമുക്കുള്ളൂ എന്നുള്ളത് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഒരു എക്കണോമിക് പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ആവശ്യങ്ങൾ, നീഡ്സ് ഒരുപാട് കൂടുതലാണ്, പക്ഷെ എന്താ, നമ്മുടെ റിസോഴ്സസ് കുറവാണ്. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ റിസോഴ്സസിനെ മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട്, അതായത് ചുരുങ്ങിയ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് എക്കണോമിക്സിൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൂടി നമുക്ക് അതിനെ എന്ത് ചെയ്യാം, പരിഗണിക്കാം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ദെൻ ബാക്കിയുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് വായിച്ചു വിടാം. ദെൻ അതിനുശേഷം താഴെ കിടക്കുന്നുണ്ടോ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് ചോദ്യം വരാം. ഒരു 3 അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ 3 പോയിന്റും വായിച്ചു വെക്കുക, ഒന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്തിടുക. നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ, വീണ്ടും റിവിഷൻ എടുക്കുമ്പോൾ ഇത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇവിടെ എന്തുൽപ്പാദിപ്പിക്കണം, ഇവിടെ ഇത്രയും പോയിന്റ് എന്തുൽപ്പാദിപ്പിക്കണം എന്നുള്ളതിൽ എത്രയുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞാൻ ഇവിടെ ഗ്രീൻ ഇട്ടിരിക്കുന്ന സംഗതി മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്താ, വെറുതെ വായിച്ചു കളയാനുള്ള സംഗതിയാണ്. ഏതെങ്കിലും ഒരു സാധനമോ സേവനമോ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെന്ന രാജ്യം തീരുമാനിക്കുകയാണെങ്കിൽ മറ്റു സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായി ഉപയോഗിക്കേണ്ട വിഭവങ്ങൾ പരിമിതപ്പെടുത്തേണ്ടി വരും. അതായത് ഒരു പ്രൊഡക്റ്റ് കൂടുതലായിട്ട് ഒരു രാജ്യം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് കൊടുക്കുന്ന റിസോഴ്സസ് കുറയ്ക്കേണ്ടി വരും. ഓക്കെ, ഇതും ഒരു ബേസിക് ഇക്കണോമിക് റൂളാണ്. അപ്പോൾ ഇതും എന്താണ്, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചിലപ്പോൾ കയറി വന്നേക്കാം. ഇത്തരത്തിൽ വന്നൊരു സാധനം മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചോദ്യമായിട്ട് വന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് വായിക്കുമെന്നാണ് നിങ്ങൾക്ക് അത്ര നെസസറി അല്ല തോന്നും. ഇത് ഒരു ചാപ്റ്റർ വായിക്കുന്നത് കിട്ടിയെന്ന് വരത്തില്ല. നിങ്ങൾ 2, 3, 4 ചാപ്റ്റർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ SCRTയുടെ ലൈവിൽ 7 മണിക്ക് വരുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ വേഗത്തിൽ ഇതൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. then അടുത്തൊരു പോയിന്റ് നോക്കി, ഇതാ ഇവിടെ കിടക്കുന്നുണ്ടോ, സമൂഹത്തിന്റെ ആവശ്യങ്ങളും രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അളവും തമ്മിൽ ഒരു സന്തുലിത അവസ്ഥ കൈവരിക്കുന്നതിന് വേണ്ടിയാണ് രാജ്യം ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുകൂടി ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, നമ്മളവിടെ ബാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന SCRT കണ്ടന്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സുകൾ പോവുക. ഓക്കെ, ഞാൻ പറയുന്നത് ഒരു ജനറൽ ഓഡിയൻസിന് SCRT പഠിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങൾ ഈ രീതിയിൽ അനലൈസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റുമെന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതും കൂടെ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഞാൻ മറ്റൊരു കാര്യം കാണിച്ചു തരാം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഇവിടെ ആദ്യം ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ നിന്ന് നിങ്ങൾ നേരെ അടുത്ത ഭാഗത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപ്പാദന ഘടകങ്ങളെ പറ്റി പറയുന്നുണ്ട്. തൊഴിൽ അല്ലെങ്കിൽ മൂലധനം, ഒരു 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. then അതിനുശേഷം ഒരു പോയിന്റ് പറയുന്നുണ്ട്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് വായിച്ചു വെക്കേണ്ട പോയിന്റുകളാണ്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇതിന് താഴെ കിടക്കുന്ന ഒരു പോയിന്റ് ഉണ്ടോ, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നത് സാങ്കേതിക രീതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇവിടുന്ന് ചോദ്യം വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടോ, അതായത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ 97/2025 എന്ന് പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എക്സാമിൻ്റെ 2 ഘട്ടമായി നടത്തിയതിൽ ഒരു ഘട്ടത്തിൽ വന്നൊരു ക്വസ്റ്റ്യനാണ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഇത് എവിടുന്ന് വന്നതാ മക്കളെ? ഇത് SCRTയുടെ 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. കണ്ടോ, 63ാമത്തെ പേജിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എത്ര മനോഹരമാണ്. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ്. സിമ്പിൾ അല്ലേ? ഒരു കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾ ഈ ചാപ്റ്റർ വായിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ വേണ്ടതും വേണ്ടാത്തതും എങ്ങനെയാണ് വേർതിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ക്ലിയർ ആവുന്നുണ്ടോ, ഓക്കെ ആണോ? then മറ്റൊരു സംഗതി നോക്കിയടാ, അടുത്തൊരു പേജിലേക്ക് വരുമ്പോഴത്തേക്കും ഇതേപോലെ സമ്പദ് വ്യവസ്ഥകൾ കാണാൻ പറ്റും. ഇവിടെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യൽ സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ കാണാൻ പറ്റും. ഇത് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ലൈവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അരച്ച് കലക്കി സെറ്റാക്കി തരാം ഈ ചാപ്റ്റർ. അപ്പോൾ വൈകുന്നേരം 7 മണിക്ക് മറക്കേണ്ട, ലൈവിൽ വന്നോണം എല്ലാവരും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പഠിക്കാൻ പറ്റും. ഞാനിവിടെ ഒരു മോഡ് ഓഫ് ഓപ്പറാൻഡി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഇമ്പോർട്ടൻ്റ് ഏതാണ്, ഇമ്പോർട്ടൻ്റ് ഏതല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെയും ഒരു ബോക്സ് വന്നിട്ടുണ്ട്. ഈ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായി നോക്കി വെക്കണം. അവിടുന്ന് ചോദ്യങ്ങൾ വരുന്നൊരു ശീലം PSCക്ക് ഉണ്ട്. അപ്പോൾ ബോക്സിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അവിടെ നിന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തേക്കാം, ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനി മറ്റൊരു ചോദ്യം വന്നത് ശ്രദ്ധിച്ചേടാം. മറ്റൊരു ചോദ്യം, നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ഇവരിൽ ആരാണ്? JA ഷംബീറ്റർ,
ദെൻ അതേപോലെ ഡേവിഡ് റിക്കാർഡോ, കാൾ മാക്സ്, ജെയിം കെയ്ൻസ്. ഇത് എവിടുന്നാണ് വന്നേ? ഇത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ 97/2025. ഞാൻ മുമ്പേ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണ്. ചോദ്യം എവിടുന്നാണ് വന്നേ? ദാ കിടക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വന്ന ചോദ്യമാണ്. ദാ കിടക്കുന്നുണ്ടോ? സൃഷ്ടിപരമായ നശീകരണം. ആക്ച്വലി അവർ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. സൃഷ്ടിപരമായിട്ടുള്ള നശീകരണമാണ്. അതിൻ്റെ ഉത്തരം എന്താ? ജെയിം കെയ്ൻസ്. കണ്ടോ? പക്ഷേ ഇവിടെ തന്നെ ഉണ്ട് കാൾ മാക്സ്, ദെൻ ഇവിടെ കിടപ്പുണ്ടല്ലേ ഡേവിഡ് റിക്കാർഡോ ഒക്കെ ഇവിടെ കിടപ്പുണ്ട്, ജെയിം കെയ്ൻസ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഈ പോയിന്റുകൾ, അതായത് ഡേവിഡ് റിക്കാർഡോയാണ് പാട്ട സിദ്ധാന്തം കൊണ്ടുവന്നത്, പ്രധാനപ്പെട്ടതാണ്. കാൾ മാക്സ് ആണ് മിച്ചമൂല്യ സിദ്ധാന്തം കൊണ്ടുവന്നത്, വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ അതേപോലെ സൃഷ്ടിപരമായത് കൊണ്ടുവന്നത് ജെയിം ഷംബീറ്റർ ആണ്. ഇതൊക്കെ എന്താണ്? ചോദ്യങ്ങളായിട്ട് വരുന്ന ഭാഗങ്ങളാണ്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടത് ഏത് വേണ്ടാത്തത് ഏത് എന്ന് വേർതിരിക്കാനായിട്ട് പറ്റും SCRT നിന്ന്. എന്നിട്ട് അതെന്ത് ചെയ്യുക? നിങ്ങളൊരു ഷോർട്ട് നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആ ഷോർട്ട് നോട്ട് പിന്നീട് റിവൈസ് ചെയ്യുക. അല്ലാതെ ഇത് വീണ്ടും റിവൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് വീണ്ടും വായിക്കാനായിട്ട് നിങ്ങൾ സമയം കളയരുത്. ഞാൻ പറയും, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ SCRT എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത്? സിമ്പിളായില്ലേ? കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടില്ലേ? ഒരു SCRT ചാപ്റ്റർ എടുത്ത് വായിക്കുമ്പോൾ നേരത്തെ നിങ്ങൾക്ക് അയ്യോ ഇതെങ്ങനെ വായിക്കും, ഇത് കുറേ ഉണ്ടല്ലോ എന്ന് തോന്നുന്ന ആളാണെങ്കിൽ, വേണ്ടതും വേണ്ടാത്തതൊക്കെ ചവറുപോലെ കിടക്കുകയാണല്ലോ തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ സെറ്റായിട്ട് ഇത് മനസ്സിലാക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വൈകുന്നേരം 7 മണിക്കത്തെ എല്ലാ ദിവസത്തെയും ലൈവിൽ വന്നു കഴിയുമ്പോൾ ബാക്കി കൊണ്ട് അങ്ങ് സെറ്റാവും. ഇനി നോക്കിയേ, ഇനി ഞാൻ പറയുന്ന കുറച്ച് ടിപ്സ് ഒന്ന് മനസ്സിലാക്കിയേക്കണേ. ആദ്യം റീഡ് ചാപ്റ്റേഴ്സ് ബേസ്ഡ് ഓൺ സിലബസ്. സിലബസ് എന്താണോ ആ സിലബസിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം? ചാപ്റ്ററുകൾ വായിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതായത് ഇത് 10ാം ക്ലാസ്സിലെ സോഷ്യലിൻ്റെ ഒരു ഭാഗം 1 എന്ന് പറയുന്ന ഭാഗമാണ്. അതിൻ്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ആകെ 5 ചാപ്റ്ററുകളാണ് കാണുക. ഇതിൽ ആദ്യത്തേത് മാനവികത എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഇതിൽ ആദ്യത്തെ ചാപ്റ്റർ ഏതാണ്? മാനവികത എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ മാനവികത അല്ലെങ്കിൽ ഹ്യൂമാനിസം എന്ന് പറയുന്ന ചാപ്റ്റർ ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ വായിച്ചിരിക്കേണ്ട ചാപ്റ്ററാണ്. പക്ഷേ ഹൈലി ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇമ്പോർട്ടൻ്റ് ആണ്. അവിടുത്തെ ചില ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, വേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റസ് മാത്രമേ കൊടുക്കാവൂ. എന്നാൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഫ്രഞ്ച് വിപ്ലവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുന്ന ഒരു ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ, ഹൈലി ഇമ്പോർട്ടൻറ്റ്, സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗമാണ്. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ അത് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, കുഴപ്പമില്ല, നിങ്ങളൊന്ന് വായിച്ചിരിക്കേണ്ട ചാപ്റ്റർ തന്നെയാണ് ഒന്നാമത്തെ ചാപ്റ്റർ. തന്നെ അടുത്ത് നോക്കി, സാമൂഹിക വിശകലനവും സാമൂഹിക ശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. ഇപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ വായിച്ചിരിക്കേണ്ട ചാപ്റ്ററാണ്. എന്നാൽ അതിനുശേഷം സമ്പത്തും ലോകവും എന്ന് പറയുന്ന ചാപ്റ്റർ, അത് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ അവിടെ നിന്ന് വരും. ഓക്കെ, അതിനുശേഷം പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ, ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്, നിങ്ങൾ വായിച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ഏതാണ്, ലെസ് ഇമ്പോർട്ടൻ്റ് ഏതാണ്, ഹൈ ഇമ്പോർട്ടൻ്റ് ഏതാണ് എന്ന് മനസ്സിലാക്കി, സിലബസ് അനുസരിച്ച് മനസ്സിലാക്കി, സിലബസിൻ്റെ ഉള്ളടക്കം കൂടി വെച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ ചാപ്റ്ററുകളെ എന്ത് ചെയ്യുക? കൈകാര്യം ചെയ്യുക. അങ്ങനെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാഭിക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ റാങ്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരെ മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ കുറേ ചാപ്റ്ററുകൾ കാണും, ഇതെല്ലാം കൂടി നമുക്ക് എന്തിനാ? അവിടെ നിന്ന് എല്ലാം ചോദ്യം വരുമോ? നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാനായിട്ട് പറ്റില്ല. രണ്ടാമത്തേത്, റീഡ് ഫുൾ ചാപ്റ്റർ വൺസ്. ഒറ്റ തവണ മാത്രമേ ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് നിങ്ങൾ വായിക്കാവൂ. അത് ആദ്യം വായിക്കുന്നതാണ്. പിന്നീട് എന്ത് ചെയ്യരുത്? നിങ്ങളത് വായിക്കാൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സമയനഷ്ടമുണ്ടാകും. സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. മറ്റു കാര്യങ്ങൾ കൊടുക്കേണ്ട സമയം നിങ്ങൾ എന്ത് ചെയ്യും? വെറുതെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ മുഴുവൻ വായിക്കുക. വായിക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ മാർക്ക് ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് PDF-ലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കുന്നതിലോ ഒക്കെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു സെക്കൻഡ് റീഡിംഗ് ടൈമിൽ ആ പോയിന്റ്സ് മാത്രം, മാർക്കഡ് പോയിന്റ്സ് മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ ഷോർട്ട് നോട്ട് മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ വായിക്കാം. ഇത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വഴിയാണ്. നിങ്ങളുടെ സമയത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഈ മെത്തേഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക? റിവിഷൻ കൊടുക്കുക. അതായത് വായിച്ച സംഗതി റിവിഷൻ കൊടുക്കാനായിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. അതിനുശേഷം കഴിഞ്ഞിട്ടില്ല, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ പഠിച്ച ചാപ്റ്ററെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ SCRTയുടെ ലൈവിൽ പോവാം. ഇവിടെ ഫസ്റ്റ് പാർട്ട് സാർ എടുത്തു, അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യും? ടെലഗ്രാം ചാനലിൽ എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ സാറിൻ്റെ ഇതാണ് ഇന്നലെ വന്നിട്ടുള്ള ലൈവ്. ഈ ലൈവ് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ലൈവ് കണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും? SCRT നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അടിപൊളിയായിട്ട് 4ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ എന്ത് ചെയ്യും? അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ദെൻ സാറിൻ്റെ ക്ലാസ്സൊക്കെ നോക്കിയാൽ മനസ്സിലാകും. കൃത്യമായിട്ട് വരച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് സാർ അടിപൊളിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. ദെൻ ഓക്കെ, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെലഗ്രാം ചാനലിൽ ഇതിൻ്റെ ഈ ഒരു സംഗതിയുടെ നോട്ട് ടെലഗ്രാം ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോട്ട്, അതായത് ആ ഒരു മാർക്കഡ് PDF നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെലഗ്രാം ചാനലിൽ കിട്ടും. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സംഗതി വെച്ചുള്ള മാർക്കഡ് PDF ടെലഗ്രാമിൽ വരും. അപ്പോൾ നിങ്ങൾ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സ് എന്ന ടെലഗ്രാമിൽ പോയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സൂപ്പർ നോട്ട്സ് ടൈപ്പ് ചെയ്യുക. ഇതേപോലെ ടെലഗ്രാം ഓപ്പൺ ആയിട്ട് വരും. ഏതാണ്ട് 8,500-ലധികം ആളുകൾ ഫോളോ ചെയ്യുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഡെയിലി അവിടെ നിങ്ങൾക്ക് ടാസ്കുകൾ വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ പ്രാക്ടീസ്
പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ, ദെൻ ക്ലാസ്സുകൾ, ദെൻ വോയിസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ ഭഗീരഥ മിസ് എടുത്ത് തരുന്നുണ്ട്. SCRTയുടെ ക്ലാസ്സുകൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അതിന് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് വരിക. എല്ലാവരും ടെലഗ്രാം ചാനലിലേക്ക് വരിക, അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ കൃത്യമായിട്ട് നമ്മൾ എത്തിച്ചു തരും. ഓക്കെ അല്ലേ? ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എത്തിച്ചു തരും. അപ്പോൾ ടെലഗ്രാം ചാനലിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ആകുക. നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ വരുന്ന മെറ്റീരിയൽസ് കൂടി എന്ത് ചെയ്യുക, എടുത്ത് പ്രാക്ടീസ് ചെയ്ത് ബെറ്റർ ആകുക. ഓക്കെ, അപ്പോൾ വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ടെലഗ്രാം ചാനലിലേക്ക് വരിക. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന SCRTയുടെ ലൈവ് ക്ലാസ്സിലേക്ക് വരിക. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ആപ്പിൽ പോവുക, SCRT ഡൗൺലോഡ് ചെയ്യുക, SCRT വായിച്ചു തുടങ്ങുക. വായിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. മാർക്ക് ചെയ്യുന്ന സംഗതികൾ മാത്രം എന്ത് ചെയ്യുക, റിവിഷന് വേണ്ടി ഉപയോഗിക്കുക. ദെൻ അതിനുശേഷം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് വരിക. നോട്ടും ക്വസ്റ്റ്യൻസും ഒക്കെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഇട്ട് തരും. ആ ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, മേക്ക് ചെയ്യുക. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ, SBCID ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ, ദെൻ അതേപോലെ തന്നെ LGS ആയിക്കോട്ടെ, BFO ആയിക്കോട്ടെ, CPO ആയിക്കോട്ടെ, വരാൻ പോകുന്ന SI ആയിക്കോട്ടെ, എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, ദെൻ വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ, ദെൻ അതേപോലെ SI ആയിക്കോട്ടെ, ഇതിനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ പോകുന്ന അടിപൊളി ക്ലാസ്സുകളായിരിക്കും വരാൻ പോകുന്നത്. ടെലഗ്രാം ചാനലിലേക്ക് വരിക, വൈകിട്ട് 7 മണിക്കത്തെ സെഷനിലേക്ക് വരിക. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. താഴെ നിങ്ങളുടെ അഭിപ്രായം, ഇങ്ങനെയാണോ നിങ്ങൾ SCRT വായിച്ചുകൊണ്ടിരുന്നത്, അതോ ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്ന് താഴെ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. താങ്ക് യു സോ മച്ച്.